തലസ്ഥാന നഗരം വലിയ മലിനീകരണത്തിന്റെ പിടിയിലാണ് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഇന്ത്യ ഗേറ്റിന് സമീപം വലിയ പ്രതിഷേധത്തിൽ വന്നിരിക്കുകയാണ്. തുടങ്ങിയിട്ടുള്ള സമരം, ആ സമരത്തെ പോലും നല്ല രീതിയിൽ നേരിടാൻ പറ്റാത്ത ഈ ഡൽഹി ഗവൺമെന്റ്, നിങ്ങളുടെ ആവശ്യം എന്താണ്? എന്താണ് നിങ്ങളുടെ ആവശ്യം? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള പൊല്യൂഷന്റെ ഹേക്യൂ കുറക്കണം. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഒരു 15-20 സിഗരറ്റ് വലിക്കുന്ന അത്രത്തോളാണ് ഈ വായു മലിനീകരണം കണ്ട് കിട്ടുന്നത്. ഇവൻ സുപ്രീം കോർട്ട് പോലും പറഞ്ഞു കുട്ടികളുടെ ഏറ്റവും വലിയായിട്ടുള്ള സ്കില്ല് വളർത്താനുള്ള സ്പോർട്സ് ഇവന്റ് അതുപോലും പുറത്ത് നടത്താൻ പറ്റൂല എന്നാണ് ഓർഡർ വന്ന്. എന്നിട്ടും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ട് ചെന്നത്. പിന്നെ നമ്മള് ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങളെ അവകാശങ്ങൾ പോലീസ് എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റൂല എന്നും ഞങ്ങൾ ഈ എയർ പൊല്യൂഷനെതിരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണിത്, ആർട്ടിക്കിളാണ്. ഇതിവിടെ എല്ലാ ആളുകൾക്കും കൊടുത്തിട്ട് അതിൽ ഈ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കും എന്ത് വേണം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം വേണം. എന്താണ് എയർ പൊല്യൂഷന്റെ കറക്റ്റ് കാര്യങ്ങൾ എന്നുള്ളത്. ഗവൺമെന്റ് ഒരുപാട് പൈസ ഇതിനു വേണ്ടി മാറ്റിവെച്ചു തന്ന്, എന്നാൽ അതിനു വേണ്ടിയുള്ള കറക്റ്റ് ആയിട്ടുള്ള സാധനം പോലീസ് ഇല്ല. സ്ട്രൈക്ക് നടത്താൻ ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നത് അതുപോലും നടത്താൻ ഇവിടെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് മലയാളിയായ ഒരു പ്രതിഷേധക്കാരനാണ് ഇപ്പോൾ സംസാരിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. വലിയ മലിനീകരണമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ബാരിക്കേഡ് അടക്കം കൂടുതലും വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ദില്ലി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ അംഗങ്ങളാണിത്. വലിയ പ്രതിഷേധം. ഇത് പല യൂണിവേഴ്സിറ്റികളിലും മറ്റും ഇവിടുത്തെ DU-വിലും JNU-വിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാരിക്കേഡുകൾ മറിച്ചിടാനും ഇത് അതീവ സുരക്ഷാ മേഖലയാണ് എന്ന് നമുക്കറിയാം. ഏതായാലും അവിടെ പ്രതിഷേധിക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, പ്രതിഷേധിക്കാൻ അവസരം വേണം. തങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ദില്ലി പോലീസ് കർശനമായ നടപടി ഇക്കാര്യത്തിൽ എടുക്കുന്നു. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ദില്ലിയിലെ പല മേഖലകളും 400-ന് മുകളിലേക്ക് പോവുകയാണ്. ആളുകൾ ഒരു 100 കണക്കിന് സിഗരറ്റുകൾ ഒരുമിച്ച് വലിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ ശ്വാസമെടുക്കുന്നത് ദില്ലിയിൽ എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ന്യായവുമാണ്. ഏതായാലും പ്രതിഷേധക്കാരുടെ ആവശ്യം അടിയന്തരമായി ഈ വായുമലിനീകരണം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അടിയന്തര നടപടികളിലേക്ക് ദില്ലി സർക്കാർ പോകണമെന്നുള്ളതാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അരമണിക്കൂറായി പ്രതിഷേധം തുടരുന്നു. മലയാളികളടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളതാണ് ദില്ലി സർക്കാരിന് മുന്നിലുള്ള ചോദ്യം. നേരത്തെ ഒരു കൃത്രിമ മഴ പെയ്യ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇനി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് ദില്ലി സർക്കാർ. ഏതായാലും വലിയ പ്രതിഷേധമാണ് ദില്ലിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ദില്ലി.